ഗുഡ് മോദിക്കെയർ മോർണിംഗ്. മോദിക്കെയർ അട്ടപ്പാടി. സോറിയാസിസ് രോഗമുള്ളവർ ഉപയോഗിക്കേണ്ട ഫുഡ് സപ്ലിമെൻറ്റുകളെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഡീടോക്സ് രാവിലെയും വൈകുന്നേരവും ഓരോന്ന് വെറും വയറ്റിൽ കഴിക്കുക. ഇൻ്റലക്റ്റ് രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം ഉപയോഗിക്കുക. ക്രിൽ ഓയിൽ രാവിലെ ഒരെണ്ണം ഉപയോഗിക്കുക. ടെർമറിക്ക് രാവിലെയും വൈകുന്നേരവും ഓരോന്ന് ഉപയോഗിക്കുക. ത്രിഫല രാവിലെയും വൈകുന്നേരവും ഓരോന്ന് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ പകൽ സമയത്ത് നമ്മൾ നല്ലവണ്ണം തൈര് ഉപയോഗിക്കുക. പിന്നെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ പനീർ ഒഴിവാക്കുക. നമ്മുടെ ഭക്ഷണത്തിലേക്ക് കറ്റാർവാഴ ജ്യൂസ് രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുക. പിന്നെ ടീ ട്രീ ഓയിൽ നമുക്ക് എവിടെയാണോ നമുക്ക് പ്രോബ്ലംസ് ഉള്ളത് അവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നേരിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിക്കുക. അതുപോലെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ ഗ്രീൻ കളറിലുള്ളത് ഉപയോഗിക്കുക. ഇനി നമുക്കിതിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവന്ന മാംസം, പാല്, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര, പാനീയങ്ങൾ, ഗ്ലൂറ്റൻ. ചില ആളുകൾക്ക് തക്കാളി, കുരുമുളക്, വഴുതന, വറുത്ത ഭക്ഷണങ്ങൾ, ഉയർന്ന ഉപ്പ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഇനി ഇതിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ കൊഴുപ്പുള്ള മത്സ്യം, അതായത് സാൽമൺ, മത്തി ഉപയോഗിക്കാം. പഴങ്ങളും പച്ചക്കറികളും ഫ്രിഡ്ജിൽ വയ്ക്കാതെ ഉപയോഗിക്കുക. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. പരിപ്പ്, ഇഞ്ചി, ജീരകം, ധാരാളം ശുദ്ധജലം, ആൽക്കലൈൻ വാട്ടർ, കരിക്കിൻ വെള്ളം എന്നിവ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്കറിയാവുന്ന സോറിയാസിസ് രോഗികൾക്കൊക്കെ നമ്മുടെ ഈ ഫുഡ് സപ്ലിമെൻ്റ് ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.